സർ, കേരള സർക്കാർ എടുത്തിരിക്കുന്ന ചില സുപ്രധാന തീരുമാനങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട്. അതിലൊന്ന് 1,600 രൂപ എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ. അത് കേരളത്തിലെ മുഴുവൻ കന്യാസ്ത്രീകൾക്കും കൂടി അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന് കേരളത്തിലുണ്ടായിരുന്ന ഈ അധ്യാപക നിരോധന നിയമമാണ്. ആ നിയമം ഇതാ സർക്കാർ എടുത്തു കളയാൻ പോകുന്നു. എന്ന് വെച്ചാൽ വലിയൊരു കണക്കിൽപ്പെടുന്ന ആളുകൾക്ക് അധ്യാപകർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കുള്ളതാണ് ആ തീരുമാനം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുടെയും 2 കാര്യങ്ങളല്ല, ഒട്ടനവധി കാര്യങ്ങൾ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകളാണ് എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പെട്ടെന്ന് പിണറായി സർക്കാർ ഈ രീതിയിൽ ക്രൈസ്തവരോടുള്ള ഒരു വലിയ സ്നേഹം ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം? മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ളതല്ലേ? തീർച്ചയായിട്ടും നീതു പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ്. അതായത് ക്രൈസ്തവ സമൂഹത്തിലെ സന്യാസിനികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് തന്നെ 30,000 വരും. അനൗദ്യോഗികമായിട്ട് നോക്കിയാൽ ഏതാണ്ട് 3,00,000 വരും എന്നുള്ളതാണ് കണക്ക്. അതായത് കേരളത്തിൽ കന്യാസ്ത്രീകളായി മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടിയെടുത്താൽ ഏതാണ്ട് 3,00,000 കന്യാസ്ത്രീകൾ വരും. കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത് 30,000 ഉണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ, അതായത് വോട്ടർ പട്ടികയിൽ തന്നെ 30,000 കന്യാസ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇവർക്ക് പ്രതിമാസം 1,600 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ ഒരു വർഷം ഏതാണ്ട് 87 കോടി രൂപയാണ് ക്രൈസ്തവ വിഭാഗത്തിലെ കന്യാസ്ത്രീകൾക്ക് ലഭിക്കുന്നത്. ഈ കന്യാസ്ത്രീകൾക്ക് ഇത്ര വലിയ തുക ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ കന്യാസ്ത്രീകളുടെ ജീവിതശൈലി വെച്ച് നോക്കിയാൽ അത് അവർക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ സാധിക്കില്ല. അവർ പൊതുവായി ചെയ്യുന്നത് കിട്ടുന്ന തുക മഠത്തിലേക്ക് അതിന്റെ ചെലവിലേക്കും വേണ്ടി സഭയെ ഏൽപ്പിക്കുന്നു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം 87,60,00,000 രൂപ ഈ 30,000 കന്യാസ്ത്രീകളുടെ ക്ഷേമ പെൻഷൻ എന്ന പേരിൽ കേരള ഖജനാവിൽ നിന്ന് സഭകളുടെ ഖജനാവിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ശൈലിയാണ് പിണറായി വിജയൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നീതു പറഞ്ഞതുപോലെ അധ്യാപക നിയമന നിരോധനം നിലവിലുണ്ടായിരുന്നു. അതിന്റെ പിറകിൽ ഈ വികലാംഗ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു നിയമപ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അതോടുകൂടി വികലാംഗരെ കൃത്യമായി നിയമിക്കാൻ കഴിയാതെ വരുമ്പോൾ ബാക്കി നിയമനങ്ങളും കൂടി സംസ്ഥാന സർക്കാർ നിരോധിച്ചിരിക്കുകയായിരുന്നു. ഇത് NSS നായർ സർവീസ് സൊസൈറ്റി സുപ്രീം കോടതിയിൽ പോയി അവരുടെ ഈ നിയമന നിരോധനത്തിന്റെ വിലക്ക് നീക്കിയെടുക്കണ്ടായി. അപ്പോൾ NSSന് അനുകൂലമായിട്ട് വന്ന സുപ്രീം കോടതി വിധി ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കും ബാധകമല്ല എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയന്റെ സർക്കാർ നാളിതുവരെ ബാധകമല്ല, അത് NSSന് മാത്രമുള്ളതാണ്, മറ്റുള്ളവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പിണറായി വിജയൻ നിലപാട് മാറ്റി. എന്നിട്ട് പറയുന്നു NSSന് കിട്ടിയ സുപ്രീം കോടതി വിധി നിങ്ങൾക്കും ബാധകമാണ് എന്ന് പറയുമ്പോൾ 20,000 അധ്യാപകരാണ് വർഷങ്ങളായി ശമ്പളം വാങ്ങാതെ കേരളത്തിലെ സ്കൂളുകളിൽ വർക്ക് ചെയ്തിരുന്നത്. ഈ 20,000 അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിലേതാണ്ട് 16,000 അധ്യാപകർ ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകളുടെ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് കേസിന് പോയത് NSS ആണെങ്കിലും ഗുണം കിട്ടിയത് ക്രൈസ്തവ സഭകൾക്കാണ്. അപ്പോൾ അതും തന്ത്രപ്രധാനമായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചതോടുകൂടി 16,000 പേര് കൈക്കൂലി ഒന്നും കൊടുക്കാതെയാണ് സ്കൂൾ അധ്യാപകരാകുന്നതെന്ന് നമ്മളങ്ങ് വിശ്വസിക്കാൻ തയ്യാറായാൽ പോലും അവർക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം മാത്രം എടുത്താൽ, കൈക്കൂലി പോട്ടെ, ഒരു ക്രിസ്ത്യൻ സഭയും 1 രൂപ പോലും കൈക്കൂലി വാങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളത് 100% വിശ്വസിക്കുന്നു. പക്ഷെ അവർ ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. ഈ 20,000 അധ്യാപകരിൽ 16,000 അധ്യാപകരും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ കോടാനുകോടി രൂപയും ആ സമൂഹത്തിലേക്കാണ് വരുന്നത്. കാരണം ന്യൂനപക്ഷ പദവിയുള്ള ക്രൈസ്തവ സ്കൂളുകളിൽ ഏതാണ്ട് 100% അധ്യാപകരും ക്രൈസ്തവരാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിലേക്കാണ് ഈ തുകയും വരുന്നത്. അപ്പോൾ 2 മേഖലയായി. മൂന്നാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേട്ടു 25 സെന്റ് സ്ഥലം തിരുവനന്തപുരം നഗരഹൃദയത്തിലെ കവടിയാർ എന്ന് പറയുന്ന ഭാഗത്ത് 25 സെന്റ് സ്ഥലം KM മാണിയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി സ്മാരകം നിർമ്മിക്കാൻ സർക്കാർ ഭൂമി വിട്ടുകൊടുത്തു. അത് ഏക്കറിന് 100 രൂപ
100 രൂപയാണോ 200 രൂപയാണോ ലീസിനാണ് കൊടുത്തിരിക്കുന്നത്. 30 വർഷത്തേക്കാണ് കൊടുത്തത്. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവുമല്ലോ. 30 വർഷം എന്നുള്ളത് പിന്നെ 3000 വർഷമായി മാറുമെന്നും ഈ 100 രൂപ കൽപ്പാന്ത കാലത്തോളം 100 രൂപയായിട്ട് നിലനിൽക്കുമെന്നും പറഞ്ഞാൽ ഒരു സെന്റിന് 1 കോടി രൂപയിൽ കൂടുതൽ വില വരുന്ന സ്ഥലം വെറും 100 രൂപയ്ക്ക് 25 സെന്റ് കൈമാറി എന്ന് പറഞ്ഞാൽ വിറ്റു എന്ന് പറയുന്നതാണ് പച്ച മലയാളം. അപ്പോൾ അതുകൂടാതെ പാലായിൽ കെ എം മാണിയുടെ സ്മാരകം ഉണ്ടാക്കാൻ 5 കോടി നേരത്തെ അനുവദിച്ചു. ഇപ്പോൾ 25 സെന്റ് സ്ഥലവും അതിനുള്ള പണവും കൂടി തിരുവനന്തപുരത്ത് അനുവദിച്ചു. അങ്ങനെ കേരള കോൺഗ്രസിന്റെ കയ്യിലേക്ക് ഈ തരത്തിൽ ഒരു വലിയ വരവ് ലഭിക്കുകയുണ്ടായി. മൂന്നാമത്തെ കാര്യം JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ക്രൈസ്തവ സമൂഹം എക്കാലത്തും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് നീട്ടി കൊണ്ടുപോയി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് JB കോശി കമ്മീഷൻ നടപ്പാക്കാം എന്നൊരു നിലപാടുകാർ വന്നത് ക്രൈസ്തവ വോട്ട് ബാങ്കിനെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ അതില് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ദളിത് ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ പട്ടികജാതി ക്രൈസ്തവർ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റൊന്ന്, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും അവസരങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സ്വതന്ത്രവൽക്കരണം അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം അഥവാ ക്രൈസ്തവവൽക്കരണം എന്നൊക്കെ പറയുന്നതിന് തുല്യമായ വലിയ ആനുകൂല്യങ്ങളാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിലൂടെ. അതുകൂടാതെ ദുർബല വിഭാഗത്തിൽപ്പെട്ട ലോണുകൾ കിട്ടാം, അല്ലെങ്കിൽ വീട് വെക്കാനുള്ള പദ്ധതി, സ്വയം തൊഴിൽ സഹായ പദ്ധതി എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കാവുന്നതാണ്. ഇതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരള കോൺഗ്രസിന് സ്വന്തമായിട്ട് 25 സെന്റ് അവിടെയാറിൽ കിട്ടുന്നു. കെ എം മാണിയുടെ പേരിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു. കേവലം 100 രൂപ വിലക്ക് ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ മൊത്തം കേരള കോൺഗ്രസിനെയും കേരള കോൺഗ്രസിന്റെ പിൻവശത്ത് നിൽക്കുന്ന അവരുടെ വോട്ട് ബാങ്കായ ക്രൈസ്തവ വോട്ട് ബാങ്കിനെയും പ്രീണിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പിണറായി വിജയൻ കടന്നു വരികയാണ്. ക്രൈസ്തവ വോട്ട് ബാങ്കിൽ ഈ വലിയ നേട്ടമുണ്ടാക്കാമെന്നാണ് ശ്രീ പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്നാൽ ഈ ക്രൈസ്തവ സഭകളിലെ സന്യാസിനിമാരെയും അതായത് കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും പ്രീണിപ്പിച്ച് അവർക്ക് പെൻഷൻ കൊടുത്ത് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത് ആ രീതിയിലുള്ള ഒരു പ്രീണനം പണ്ട് കാലങ്ങളിൽ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ സ്വാധീനിച്ചിരുന്നു. പക്ഷെ ഇന്നത് സ്വാധീനിക്കില്ല. അതിന്റെ കാരണം ക്രൈസ്തവ സഭാവിശ്വാസികള് ഇന്ന് നിരവധി പ്രശ്നങ്ങളുടെ നടുവിലാണ്. കർഷകരായിട്ട് ഇന്നും അവശേഷിക്കുന്നവർ വന്യജീവി ശല്യത്തിന്റെ പേരിലും കാർഷിക രംഗത്തുണ്ടായ ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിന്റെ പേരിലും കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി കൊടുക്കാത്തതിന്റെ പേരിലും വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിലെ കർഷകരെ സ്വാധീനിക്കാൻ ഈ ഒരു നയം മാറ്റം കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം കൊണ്ട് സാധിക്കില്ല. മറ്റൊന്ന്, ഇന്ന് ക്രൈസ്തവ പള്ളികളിൽ കുർബാന അർപ്പിക്കാൻ പോകാൻ ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥയുണ്ട്. അതിന്റെ കാരണം വീടുകളിൽ കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ടല്ല, അവരൊക്കെ വിദേശത്താണ്. കാരണം കേരളത്തിൽ അവർക്ക് ജീവിക്കാൻ ഉള്ള സാഹചര്യമില്ലാത്ത ഒരു തരത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിന്റെ സാധ്യതകളെ അടച്ചു കളഞ്ഞതുകൊണ്ട് കുട്ടികളില്ലാത്ത വീടുകളായി ക്രൈസ്തവ വീടുകൾ മാറിയിരിക്കുന്നു. ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾക്ക് ഈ ആനുകൂല്യം നേരിട്ട് തന്നിരുന്നെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാമായിരുന്നു. നിങ്ങൾ കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും വാരിക്കോരി കൊടുക്കുകയും കെ എം മാണിയുടെ പാർട്ടിക്ക് 25 സെന്റ് സ്ഥലം കൊടുക്കുകയും ചെയ്താൽ ഞങ്ങളുടെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഞങ്ങളിപ്പോൾ ഈ തരത്തിലുള്ള വോട്ട് തട്ടിപ്പിന്റെ ഇരകളാകാൻ ഉദ്ദേശിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കണം. ഞങ്ങളുടെ കൃഷി, ഞങ്ങളുടെ വ്യവസായ ബിസിനസ്, ഞങ്ങളുടെ പുതിയ തലമുറ, ഞങ്ങളൊക്കെ ഇവിടെ കെട്ടി ഉയർത്തിയിരിക്കുന്ന വീടുകൾ, ഇതൊക്കെ അനാഥമാക്കിയിട്ട് വിദേശത്തേക്ക് ഓടിപ്പോകേണ്ട ഗതികേട് ഉണ്ടാക്കിയത് പിണറായി ആയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള ഗിമ്മിക്ക് കൊണ്ട് ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എന്താണെങ്കിലും അവസാനത്തെ അടവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ ഇപ്പോൾ വാരിക്കോരി കൊടുക്കുകയാണ് ക്രൈസ്തവ സഭകൾക്ക്. ഇതിനൊരു മറുവശമുണ്ട്. ഇതേ സന്യാസിനിമാർ ഹിന്ദു സമൂഹത്തിലുണ്ട്. ഈ ഹിന്ദു സമൂഹത്തിലെ സന്യാസിനിമാർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് സമൂഹത്തിലൊരു വലിയ ചോദ്യമായിട്ട് മാറും. ഇതേപോലെ തന്നെ പല മഹാന്മാർക്കും റിസർച്ച് സെന്റർ ഉണ്ടാക്കാനും അവർക്ക് വേണ്ടി 25 സെന്റോ 50 സെന്റോ 1 ഏക്കറോ സ്ഥലം വിട്ടുകൊടുക്കാനും എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറാവുന്നില്ല എന്നുള്ള ചോദ്യം
ആ ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ നിരവധി മറ്റ് കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇവിടെ ബാക്കി കിടപ്പുണ്ട്. ഇവിടുത്തെ നായർ സമുദായത്തിന്, ഇവിടുത്തെ നമ്പൂതിരി സമുദായത്തിന്, സവർണ സമുദായങ്ങൾക്ക്, അതുപോലെ തന്നെ ഇവിടുത്തെ OBC വിഭാഗത്തിന്, പട്ടികജാതി പട്ടികവർഗത്തിന് ഇനിയും തുറന്നു നോക്കാത്ത നിരവധി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ അവിടെ കിടപ്പുണ്ട്. എന്തുകൊണ്ട് അതൊന്നും പൊടി തട്ടി പുറത്തെടുത്തില്ല? എന്തുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തിൽ ഉയരും. ചുരുക്കി പറഞ്ഞാൽ ബൂമറാങ് പോലെ ഈ നിലപാടുകൾ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കെതിരെ തിരിച്ചു വരാനാണ് സാധ്യത. എന്തുകൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ എന്നതിന് ജയസൂര്യൻ സാർ വിശദമാക്കിയതുപോലെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗിമ്മിക്കുകൾ മാത്രമാണ്. എന്തുകൊണ്ട് മറ്റു മതസ്ഥരെ ഈ രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇതേ പദ്ധതിயின் കീഴിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വെളിച്ചത്ത് വരുന്നത്. ഈ രീതിയിൽ ക്രൈസ്തവ സഭകളെ കൂടെ കൂട്ടി അവരുടെ വലിയൊരു വിഭാഗത്തിന്റെ ഒരു വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന വില കുറഞ്ഞ തന്ത്രം തന്നെയാണ് ഇവിടെയും പിണറായി സർക്കാർ പയറ്റുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.